Notes. I don't like it, but my students always ask me, sir, notes. ഓക്കെ, എല്ലാവരെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇതുവരെ എടുത്ത കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് നമ്മളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടായിരുന്നു കോപ്പി ചെയ്തെടുക്കാം. നോട്ട്സ് കൂടാണ്ട് ചാനലിൽ നോട്ട്സ് കൂടാണ്ട് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ബയോളജിയിൽ ഓരോ ആളും എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നതെല്ലാം മോണിറ്റർ ചെയ്യും. എന്നെക്കൊണ്ടാവുന്ന എല്ലാ ഹെൽപ്സും ഞാൻ ചെയ്തു തരും. ഓക്കെ, സോ നിങ്ങൾ പറ്റുന്ന പോലെ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, നമുക്കെന്നാൽ ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് കടന്നാലോ? ഓക്കെ അല്ലേ അതുല്യ? റെഡി അല്ലേ? ഓക്കെ, സോ ഇന്ന് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോഷകങ്ങളുടെ ഉറവിടത്തിൽ നിന്നാണ്, അഥവാ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, രാവിലെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നുണ്ട്, ഈവനിങ് ഒരു ടീ സ്നാക്സ് കഴിക്കുന്നുണ്ട്, രാത്രി ഡിന്നർ കഴിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നത്? നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഫുഡ് കഴിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എനർജി കിട്ടലാണ്, അല്ലേ? ഊർജ്ജം ലഭിക്കലാണ്. നമ്മളിപ്പോൾ ഓരോ വർക്ക് ചെയ്യുന്നതിനും നമുക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫുഡിൽ നിന്നാണ്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ നിന്ന്, ശരിയല്ലേ? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് മറന്നിട്ടില്ലല്ലോ. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കുന്നത് പോലെ പ്ലാന്റ്സും എനർജി ഉണ്ടാക്കുന്നുണ്ട്. അവരും എന്താ ചെയ്യുന്നത്? അവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച് അങ്ങനെ കഴിക്കുന്നുണ്ടോ? അവരുടെ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് സോയിൽ, മണ്ണിൽ നിന്ന് അവർക്ക് ലവണങ്ങൾ കിട്ടും. അതായത് അവരുടെ ലവണങ്ങൾ എന്ന് പറയുന്നത് അവർ മെയിനായിട്ടുള്ള എനർജി സോഴ്സ്, അഥവാ അവർക്ക് വേണ്ട മേജറായിട്ടുള്ള ന്യൂട്രിയൻസ്, ഇപ്പോൾ പൊട്ടാസ്യം, നൈട്രജൻ പോലെയുള്ള ന്യൂട്രിയൻസ് എല്ലാം അവർക്ക് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. അവർക്ക് എയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കില്ലേ? യെസ്, വാട്ടർ. ഇതൊക്കെയാണ് അവരുടെ എനർജി സോഴ്സായിട്ട് പറയുന്നത്. സോ അവിടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. മെറ്റബോളിസത്തിൻ്റെ പോഷകങ്ങൾ കൂടിയേ തീരൂ. അപ്പം ജന്തുക്കൾക്ക് ഇവ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഫുഡിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. പ്ലാന്റ്സിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? സോയിൽ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് അഥവാ എനർജി സോഴ്സ് ലഭിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഡൺ. ഇനിയിപ്പം നമ്മൾ അടുത്തത് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൻ്റെ ഉറവിടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫോട്ടോസിന്തസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയായാലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എല്ലാവരും, ശരിയല്ലേ? യെസ്. അപ്പോൾ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്? അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിലൂടെയാണ്. അതെവിടെ വെച്ച് നടക്കും? യെസ്, അവരുടെ ലീഫിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോസിന്തസിസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, അവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന, അഥവാ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ശരിയല്ലേ? എന്തിനാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് പഠിക്കുന്നത്? ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ആരൊക്കെ ആവശ്യമാണ്? സൺലൈറ്റ്, സൂര്യപ്രകാശം ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. ഓക്കെ, അതെല്ലാം അറിയാം. ഇനി ഇവരെങ്ങനെയാണ് ഇത് ലീഫിലേക്ക് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ, ഇപ്പം നമുക്ക് വാട്ടറിൻ്റെ കേസ് എടുക്കാം. എങ്ങനെയാണ് നമ്മൾ സോയിലിൽ ഒഴിച്ചു കൊടുക്കുന്ന വാട്ടർ ഇവരെ ലീഫിലേക്ക് എത്തുന്നത്? ത്രൂ സൈലമാണ്. ഓക്കെ, സൈലം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പോൾ സൈലമാണ് ജലത്തെ മണ്ണിൽ നിന്നും വേരുകളിൽ നിന്നും എവിടത്തേക്ക് എത്തിക്കുന്നത്? ലീഫിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി ഒരാളുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ലീഫിലെത്തുന്നത്? ത്രൂ സ്റ്റൊമാറ്റയാണ്, സ്റ്റൊമാറ്റൽ പോസ്. ആ പിക്ചർ നോക്കൂ, ആ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ല സ്റ്റൊമാറ്റ? യെസ്, ആ സ്റ്റൊമാറ്റ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടത്തേക്ക് എത്തുന്നത്? ലീഫിലേക്ക് എത്തുന്നത് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള കോമ്പണൻസ് എല്ലാം റെഡിയായി. ഇനി ഫോട്ടോസിന്തസിസ് ആണ് നടക്കേണ്ടത്. ഓക്കെ, ഈ ഫോട്ടോസിന്തസിസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, പിന്നെ നമുക്ക് ആ പ്രോസസ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകം, അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് എവിടെ കാണും? മീസോഫിൽസ്, ഗ്രൂപ്പ് ഓഫ് മീസോഫിൽ സെൽസിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശാംഗത്തിലാണ് ആര് കാണുന്നത്? ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് വർണ്ണകം കാണുന്നത്. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലോറോഫിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ക്ലോറോഫിൽ മേജറായിട്ട് കാണുന്നത് ലീഫിലും അതുപോലെ തന്നെ ഇളം തണ്ടിൽ, അതായത് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലുമായിട്ടാണ് ക്ലോറോഫിൽ കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? സോ മീസോഫിൽ സെൽസ് പഠിക്കുന്നു, മീസോഫിൽ സെൽസിലെ ക്ലോറോപ്ലാസ്റ്റ് നോക്കുന്നു. ആ ക്ലോറോപ്ലാസ്റ്റിലാണ് ആരുള്ളത്?
ക്ലോറോഫിൽ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ഇനി ആ പിക്ചർ സൂം ചെയ്ത് നോക്കിക്കോ. ആ പിക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കോശത്തെ, അതായത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഒരു ക്ലോറോപ്ലാസ്റ്റിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എൻലാർജ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിന് 2 ലെയർ ഉണ്ട്. ഒരു ആന്തരസ്തരവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാഹ്യസ്തരവും ഉണ്ട്. പിക്ചർ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പോൾ 2 ലെയർ ഉണ്ട്. ഇതിലെ ഇന്നർ ലെയറാണ് ആര്? അപ്പം ആന്തരസ്തരം എന്ന് പറയുന്നത് അകത്തെ ലെയറും ഔട്ടർ ലെയറാണ് ആര്? ബാഹ്യസ്തരവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് തൈലക്കോയിഡുകൾക്കുള്ളിലാണ് ക്ലോറോഫിൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് തൈലക്കോയിഡ്സ് അതിൽ കാണാൻ പറ്റുന്നുണ്ടോ? സ്തരസഞ്ചി അഥവാ മെംബ്രെയിൻ സാക്സ് തൈലക്കോയിഡ്സ് കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഈ തൈലക്കോയിഡ്സിലാണ് ആരുള്ളത്? ഈ തൈലക്കോയിഡ്സിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ക്ലോറോഫിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്തരാവരണത്തിനുള്ളിൽ, ഓക്കെ, അതായത് ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ 2 ലെയറിൻ്റെ കവറിങ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണുന്ന ദ്രാവക ഭാഗമാണ് എന്ത്? സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രോമയിലുള്ള സ്തരസഞ്ചികളാണ് തൈലക്കോയിഡുകൾ. ഓക്കെ, ഈ സ്ട്രോമ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന മെംബ്രെയിൻ സാക്സുകളാണ് ആര്? തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു തൈലക്കോയിഡിന് മേളിൽ വേറൊന്ന്, അതിൻ്റെ മുകളിൽ വേറൊന്ന്, അങ്ങനെ ഒരു കോയിൻസ് പോലെയാണ് അതിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഗ്രാന. അപ്പോൾ ഈ ഗ്രാന എന്തുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു? സ്ട്രോമ ലാമെല്ല കൊണ്ട്. അതിൻ്റെ ബേസിൽ കാണുന്നില്ലേ? എന്ത് ബേസിൽ സ്ട്രോമ ലാമെല്ല കാണുന്നില്ലേ? യെസ്. അങ്ങനെ ഓരോ ഗ്രാനയും അഥവാ ഈ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഗ്രാനയെല്ലാം എന്തുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു? സ്ട്രോമ ലാമെല്ല കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഒന്നും കൺഫ്യൂഷൻ ആകില്ല, ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ ആൻഡ് മിനറൽസ്. ക്ലിയർ അല്ലേ? യെസ്. ഇവരെല്ലാം കൂടി ലീഫിലെത്തി, അതായത് ലീഫിൽ ഫോട്ടോസിന്തസിസ് നടക്കേണ്ട ക്ലോറോഫിലെത്തി. ഓക്കെ, ഇനി ഈ ക്ലോറോഫിൽ എവിടെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ലീഫ് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഈ ലീഫിൽ മീസോഫിൽ സെൽസിൻ്റെ ഭാഗം നമ്മൾ സൂം ചെയ്തെടുക്കുന്നു. പിക്ചർ നോക്കണേ, സൂം ചെയ്തെടുക്കുന്നു. ഓക്കെ, ഈ മീസോഫിൽ സെൽസിൽ എന്ത് കാണുന്നുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് കോശാംഗം കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പാർട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ വീണ്ടും സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്. ഓക്കെ, ബാഹ്യസ്തരമുണ്ട്, ആന്തരസ്തരമുണ്ട്. ക്ലിയർ അല്ലേ? ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് തൈലക്കോയിഡിലാണ് ക്ലോറോഫിൽ കാണുന്നത്. സോ ക്ലോറോഫിലിൻ്റെ ലൊക്കേഷൻ കിട്ടി. തൈലക്കോയിഡിലാണ് ക്ലോറോഫിൽ കാണുന്നത്. ഈ ക്ലോറോഫിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കോയിൻസ് പോലെ അടുക്കി വെച്ചിട്ടാണുള്ളത്. ആ അടുക്കി വെച്ചതിന് പറയുന്ന പേരാണ് ഗ്രാന. ഈ ഗ്രാന അഥവാ ഈ തൈലക്കോയിഡ്സുകൾ കൂടിച്ചേരുന്ന ഈ ഗ്രാന ബേസിൽ സ്ട്രോമ ലാമെല്ല കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം പ്രസൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് സ്ട്രോമ. അതൊരു ദ്രാവക ഭാഗമാണ്. ഓക്കെ, അതുല്യ എന്തോ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്താ അതുല്യ ഡൗട്ട് എന്താ? സർ, ക്ലോറോപ്ലാസ്റ്റ് സെല്ലാണോന്നോ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനലെയാണ്. ഓക്കെ, അതായത് മീസോഫിൽ സെൽസിൽ കാണുന്ന ആ സെല്ലിനകത്തുള്ള ഒരു ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പാർട്ട് ഓഫ് സെല്ലാണ്, സെൽ ഓർഗനലെ, കോശാംഗം. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ട്രക്ചർ നല്ല ഈസി ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നമുക്കിനി ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇവിടെ ഫോട്ടോസിന്തസിന് 2 സെപ്പറേറ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിന് 2 ഫേസ് ഉണ്ട്. ഒരു ഫേസാണ് ഡാർക്ക് ഫേസ്, ഒരു ഫേസാണ് ലൈറ്റ് ഫേസ്. ഓക്കെ, പ്രകാശഘട്ടവുമുണ്ട്, ഇരുണ്ട ഘട്ടവുമുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം പ്രകാശഘട്ടം നോക്കാം. ഞാൻ പറയുമ്പം അതിന് മേലെയുള്ള ഫിഗർ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, സോ ലൈറ്റ് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. എവിടെ നടക്കുന്നു? ഗ്രാന എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് തൈലക്കോയിഡുകൾ കോയിൻസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഗ്രാന. സെറ്റല്ലേ? ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിൻ്റെ പ്രസൻസിൽ, സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഓക്കെ, വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് പ്ലാന്റ് എടുക്കുന്ന വാട്ടറിനെ ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് ആണ് എന്ത് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, എന്താ പറഞ്ഞത്? യെസ്, വെരി ഗുഡ്, അടിപൊളി. യെസ് സർ, ഈ ലൈറ്റ് ഫേസിൽ നടക്കുന്ന വാട്ടർ സ്പ്ലിറ്റിംഗ് ഒരു കാറ്റബോളിക് പ്രോസസ്സ് അല്ലേ എന്നാണ് പറഞ്ഞത്. കൺഗ്രാറ്റ്സ്, ശരിയാണ്, ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഗുഡ്. സോ ഇതൊരു കാറ്റബോളിസമാണ്, അതായത് മെറ്റബോളിസത്തിൻ്റെ ഒരു കാറ്റബോളിസത്തിന് എക്സാമ്പിളാണ് ഇവിടെ നടന്നത്. അതായത് ദറ്റ് വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വിഘടനം നടന്നില്ലേ? യെസ്, വെരി ഗുഡ്. ഇനി ഇവിടെ എക്സ്പെൽസ് ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് കളയുന്നത് ഈ ഒരു ലൈറ്റ് ഫേസ് നടക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ റീച്ചസ് സ്റ്റോമ, വാട്ടർ സ്പ്ലിറ്റിംഗ് നടത്തി ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായി.
ആ ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് എത്തിക്കുന്നു. സ്ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്. ഓക്കെ, സോ ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. യെസ്, ഇവിടെ വെച്ചിട്ടാണ് ATP ഉണ്ടാക്കപ്പെടുന്നത്. ഓക്കെ, ATP എന്ന് വെച്ചാൽ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? യെസ്, നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിക്കുമ്പം പറഞ്ഞത് ഓർമ്മയില്ലേ? എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ATP കൺവേർട്ടഡ് ഇൻ ടു ADP പ്ലസ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. യെസ്, സെയിം. സോ അതേ ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. എനർജി ഇവിടെ ഉണ്ടായി. ഓക്കെ, ആ പ്ലാന്റ് എന്തുണ്ടാക്കി? ഫുഡ് ഉണ്ടാക്കി അഥവാ എനർജി ഉണ്ടാക്കി. ക്ലിയർ അല്ലേ? ഇനി നേരെ നമ്മൾ ഡാർക്ക് ഫേസിലേക്ക് കിടക്കുകയാണ്. ഡാർക്ക് ഫേസ് എവിടെ നടക്കുന്നു? ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഡാർക്ക് ഫേസ് ആണ്, ഇരുണ്ട ഘട്ടമാണ്. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലൈറ്റ് ഫേസ്. യെസ്, ലൈറ്റ് ഫേസിൽ ഉണ്ടായിട്ടുള്ള വാട്ടർ സ്പ്ലിറ്റിംഗ് നടന്ന് കിട്ടിയ ഹൈഡ്രജനെയും അവിടെ ഉണ്ടാക്കിയ ഊർജ്ജമായിട്ടുള്ള ATPയെയും ഇവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ഗ്ലൂക്കോസ് ഇസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പം ഇവിടെ വെച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ടൊമാറ്റോ വഴി നമ്മൾ പ്ലാന്റിനകത്തേക്ക് എത്തിയ CO2 ഇല്ലേ, ആ CO2 ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഗ്ലൂക്കോസ് അഥവാ എനർജി ഫോം ചെയ്യുന്നു. സോ ലൈറ്റ് ഫേസും പഠിച്ചു, ഡാർക്ക് ഫേസും പഠിച്ചു. ഇനി നമുക്ക് താഴെയുള്ള ബോക്സ് ഒരുമിച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മോർ ഈസി ആവും. ഫസ്റ്റ് വൺ എന്താണ്? പ്രകാശഘട്ടം എവിടെ നടക്കുന്നു? ഗ്രാനയിൽ നടക്കുന്നു. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് അഥവാ പ്രവർത്തനങ്ങൾ? പ്രകാശഘട്ടത്തിൽ വെച്ചിട്ട് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായി. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായി. അതുപോലെ തന്നെ ഊർജ്ജ തന്മാത്രയായി ATP നിർമ്മിച്ചു. ATPനെ ഫോം ചെയ്തു, എനർജി ഫോം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം. എവിടെ നടക്കുന്നു? സ്ട്രോമയിൽ നടക്കുന്നു. എന്താണ് ആക്ടിവിറ്റീസ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ദറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗ്ലൂക്കോസ് ഇസ് ഫോംഡ്. ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ? എന്തൊക്കെയാണ്? പ്രകാശഘട്ടത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ATPയും. ക്ലിയർ അല്ലേ? ഇരുണ്ട ഘട്ടത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. അതായത് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ആ റിയാക്ഷൻ കൂടി നമുക്ക് ഒരുമിച്ച് ഫില്ല് ചെയ്യാം. 6CO2 പ്ലസ് 6H2O ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ക്ലോറോഫിൽ വെച്ച് നടക്കുന്നു. എന്തുണ്ടായി? C6H12O ഗ്ലൂക്കോസ് പ്ലസ് 6O2 ഫില്ല് ചെയ്തോ? സോ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി മനസ്സിലാക്കുക. പറഞ്ഞതെല്ലാം ക്ലിയർ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തതെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൽ സൂര്യപ്രകാശം തന്നെ വേണമെന്നുണ്ടോ? LED പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടക്കുമോ എന്ന്. യെസ്, നടക്കും. ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രലോകം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നു. ഓക്കെ, സോ LED ഹെൽപ്പോട് കൂടിയും പ്രകാശ സംശ്ലേഷണം നടക്കും. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതായത് ഗ്ലൂക്കോസിൽ നിന്നും ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് അഥവാ ഗ്ലൂക്കോസിൽ നിന്നും വിവിധ പോഷകങ്ങൾ. ഓക്കെ, സോ ഇവിടെ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച് അഥവാ അന്നജെന്ന് കാണാൻ പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് അത് ഈസി ആയിട്ട് വാട്ടറിൽ ലയിക്കും. അതായത് അത് വാട്ടർ സൊല്യൂബിളാണ്. ഈ ഗ്ലൂക്കോസ് എന്താണ്? ജലത്തിൽ ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ലയിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫോമാണ് അന്നജം അഥവാ സ്റ്റാർച്ച്. മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് നടന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫോമാണ് അന്നജം അഥവാ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ ഈ അന്നജം അതായത് ഈ സ്റ്റാർച്ചിന് ഏതൊക്കെ രീതിയിൽ ഓരോ ഫുഡിലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത്രയും ഫിഗർ നിങ്ങൾ നോക്കിയില്ലേ? ഇനി നമുക്ക് താഴെയുള്ള ബോക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, താഴെയുള്ള ആ ചാർട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, സോ അന്നജം, ഫ്രക്ടോസ്, സൂക്രോസ്, കൊഴുപ്പ്, അതുപോലെ തന്നെ പ്രോട്ടീൻ. ഓക്കെ, സ്റ്റാർച്ച്, ഫ്രക്ടോസ്, സൂക്രോസ്, ഫാറ്റ്, പ്രോട്ടീൻ. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും പ്രസൻ്റ് ആയിട്ടുള്ള ഫുഡും കൂടെ നോക്കാം. അന്നജം മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് മരച്ചീനി, ഉരുളക്കിഴങ്ങ്, റൈസ്, ഗോതമ്പ്, അതുപോലെയുള്ള മറ്റ് ധാന്യങ്ങൾ, അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ, ഇവയെല്ലാമാണ് മില്ലറ്റ്സ് ഒക്കെ. ഓക്കെ, ഇനി ഫ്രക്ടോസ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഫ്രൂട്ട്സിലാണ് അഥവാ പഴവർഗ്ഗങ്ങളിലാണ്. സൂക്രോസ് പ്രസൻ്റ് ആയിട്ടുള്ളത് കരിമ്പിലാണ്. ഓക്കെ, കൊഴുപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളതോ കോക്കനട്ടിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എള്ളില്ലേ? യെസ്, ഇതിലെല്ലാം പ്രസൻ്റ് ആണ്. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് പയറുവർഗ്ഗങ്ങളായിട്ടുള്ള ചെറുപയർ, വൻപയർ, ഉഴുന്ന്, കടല, പരിപ്പ് ഇവയിലെല്ലാം എന്ത് പ്രസൻ്റാണ്? പ്രോട്ടീൻ പ്രസൻ്റാണ്. ഓക്കെ, ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി ഫില്ല് ചെയ്യണം. ഓക്കെ, സ്റ്റാർച്ച് സൂക്രോസായി കൺവേർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് വാട്ടറിൽ ഈസിലി ലയിക്കുന്നത് കൊണ്ട് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആക്കി അന്നജമാക്കി മാറ്റും. ഓക്കെ,
ഈ അന്നജത്തെ സൂക്രോസ് ഫോമിലാക്കിയിട്ടാണ് ലീഫിൽ നിന്നും ഒരു പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക്, വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് മെറ്റാബോളിസത്തിലൂടെയാണ് ഇതിനെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫ്രക്ടോസ്, സൂക്രോസ്, പ്രോട്ടീൻ, ഫാറ്റ് പോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ കൊടുത്തിരിക്കുന്ന വൈറ്റമിൻസ് ഇല്ലേ? യെസ്, ഈ വൈറ്റമിൻസ് മേജറായിട്ട് കാണുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസുമാണ്. ഓക്കെ, ഇനിയിപ്പോൾ കടല, കശുവണ്ടി, പരിപ്പ്, ബദാം, എള്ള്, ഇതിലെല്ലാം പ്രോട്ടീനും കൊഴുപ്പും ഒരുപോലെ ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും പ്രസൻ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത് ഒന്ന് ഓഷ്യനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഓഷ്യനിലെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഓഷ്യനിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, അതെല്ലാം നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. ഓക്കെ, അതുപോലെ തന്നെ സസ്യങ്ങളുടെ പ്രാധാന്യവും അതിനെങ്ങനെ സംരക്ഷിക്കണം. ഓക്കെ, അതായത് എങ്ങനെയാണ് ഔഷധ സസ്യങ്ങളുടെ കാര്യം, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഇപ്പോൾ റബ്ബർ പോലെയുള്ള സസ്യങ്ങളുടെ കാര്യം, ഇതൊക്കെയാണ് അതിൽ അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ജൈവ കീടനാശിനികൾ എത്രത്തോളം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കീടനാശിനികളുടെ ഉപയോഗം എത്രത്തോളം കുറയ്ക്കണം, പിന്നെ പാനീയങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇപ്പം ഏലം, കാപ്പി, കൊക്കോ ഇതുപോലെയുള്ള സസ്യങ്ങളുടെ കാര്യമെല്ലാം നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കണം. ഇപ്പം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലം, ജാതിക്ക ഇവയെല്ലാം സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭം തരുന്ന കൃഷിയിനങ്ങളാണ്. അതിനെപ്പറ്റി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടുള്ള കണ്ടൽക്കാടുകളുടെ ഉപയോഗവും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത്രയും കാര്യങ്ങൾ തന്നെ അസോസിയേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ നോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ കൊടുക്കാം, വായിച്ചാൽ മനസ്സിലാവും, സിമ്പിളാണ്. ഓക്കെ, സോ എല്ലാ പാർട്ടും കണ്ടിന്യൂസ് ആയിട്ട് കാണുക, വാച്ച് ചെയ്യുക. അതിനുശേഷം അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നോട്ടെല്ലാം ചാനലിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം, PDF ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് എങ്ങനെ വേണം പഠിക്കാം. ഓക്കെ, സോ ബയോളജിയിൽ ബെസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രാവശ്യം പഠിച്ചാൽ തന്നെ മനസ്സിലാവും, സിമ്പിളാണ്, ചാപ്റ്റർ സിമ്പിളാണ്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അസൈൻമെൻറ്റ്, സെമിനാറിന് വേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ചാനലിൽ നോട്ടായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, സോ വാച്ച് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.